നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ബർഫിയാണ് പ്രിപ്പയർ ചെയ്യണത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്, ഒരു 3/4 കപ്പോളം പഞ്ചസാരയും ഒരു 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നെയ്യും സൺഫ്ലവർ ഓയിലുമാണ്. ഞാനിവിടെ ഒരു കാൽ കപ്പോളം നെയ്യും ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ എണ്ണയും നെയ്യും കൂടെ മിക്സാക്കി വെച്ചിരിക്കുന്നതിന് 1 ടേബിൾ സ്പൂൺ ചൂടാക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കാഷ്നട്ട് നുറുക്കിയത് നമ്മൾ വറുത്തെടുക്കുകയാണ്. നമ്മൾ ബർഫിയിൽ കാഷ്നട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിനൊന്ന് നന്നായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കാഷ്നട്ട് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നെയ്യും എണ്ണയുടെ മിക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ നിന്നാണ് 1 സ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രമായിട്ട് യൂസ് ചെയ്ത് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി എണ്ണ കൂടി അല്ലെങ്കിൽ ആ എണ്ണയുടെയും നെയ്യുടെയും മിക്സ് കൂടി ഈ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്റ്റൗവും എൻ്റെ പാനും എല്ലാം ആ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാണുമ്പോൾ ഡിഫറൻസ് തോന്നും. അത് ഒന്ന് സ്കിപ്പ് ചെയ്ത് വയ്ക്കണേ. അപ്പോൾ അത് ഇപ്പോൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിലും ഗീയുടെയും മിക്സ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ നെയ്യിൽ മൈദ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെയ്യ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും നെയ്യ് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഓയിലും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ആ നെയ്യിൽ അല്ലെങ്കിൽ ആ എണ്ണയുടെ നെയ്യിൻ്റെയും മിക്സിൽ ആ മൈദ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു മാവ് എല്ലായിടത്തോട്ടും യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യ സമയത്ത് നമുക്കൊന്ന് നല്ല ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടൊരു ടെക്സ്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കുക്കായി വരുന്ന സമയത്ത് അതിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറി വരും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുക്കായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു നെയ്യിൽ മാവ് മൂക്കുന്ന മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളകി കഴിഞ്ഞതായപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. അന്നേരം എന്താ നമ്മളെ മാവൊക്കെ നല്ലൊരു ഷെയ്ഡൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഡ്രൈ ആയിട്ട് കണ്ടാൽ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റുമാണ്. നമ്മളിത് മാവൊന്ന് ലൂസായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് ഇത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുത്ത ശേഷമാണ് നമ്മൾ ഇനിയുള്ള സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വേറൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. 10-15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടും. ഇനി ഞാനിവിടെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ജസ്റ്റ് മിക്സിയിലോട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടിച്ച പഞ്ചസാര അതിൽ നമ്മൾ ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിവിടെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തത്. നമ്മൾ ആ പഞ്ചസാര പൊടി മാവിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് യോജിപ്പിച്ച് ചേർക്കുക. ചെറിയൊരു ചൂടോടുകൂടി ചിലർ അത് കുഴച്ചെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായിട്ട് കുറച്ചുകൂടെ അത് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത ശേഷമാണ് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു മാവും പഞ്ചസാരപ്പൊടിയും കൂടെ യോജിപ്പിച്ചപ്പോഴത്തേക്ക് ഇത് ആ ഒരു നമ്മളിങ്ങനെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കുന്ന ഒരു പരുവത്തിലോട്ട് കിട്ടണം. അതാണ് നമ്മുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാവെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കണ്ടെയ്നറിൽ ഗീയൊക്കെ തേച്ച് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബർഫിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലോട്ടാണോ വേണ്ടത് അത് പിന്നീട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ആ മാവ് നമ്മൾ കണ്ടെയ്നറിൽ നിരത്തി ഇങ്ങനെ വച്ചിട്ടുണ്ട്. നമ്മൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് തടവിയോ അല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇനി മുന്നേ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ടിൻ്റെ നുറുക്കുകളുണ്ടല്ലോ, അതുകൂടെ അതിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. കാണുമ്പോൾ നല്ലൊരു രസത്തിന് വേണ്ടിയിട്ട്. പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ കാഷ്യൂനട്ടൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ നന്നായി അത് സെറ്റായിരുന്നോളും. അപ്പോൾ നമ്മളെ ബർഫിയുടെ ഏകദേശം എല്ലാ സ്റ്റെപ്സും ആയിട്ടുണ്ട്. നമ്മളത് ഇനി ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂടി കൂടെ വെച്ച് അതിൻ്റെ അടച്ച് വെച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുവാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബർഫി എല്ലാം തയ്യാറായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാലും കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കത്തി യൂസ് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് വെച്ച് തന്നെ കട്ട് ചെയ്ത ശേഷം നമുക്ക് പീസാക്കി എടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ ഇതിനകത്ത് വെച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത ശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ സ്ക്വയറായിട്ടോ ചിലർക്ക് ഡയഗണലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ക്രമീകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എളുപ്പം ഒരു സ്വീറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ബർഫിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ മൈദമാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചിലർ ഗോതമ്പ് മാവൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.